അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം, എളുപ്പത്തിലുണ്ടാക്കാം കേട്ടോ. ഞാൻ കുക്കർ വെച്ചതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കറുവാപ്പട്ട, ഗ്രാമ്പൂ, ക്യാരറ്റ്, ബീൻസ് എല്ലാം കൂട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ കഴുകി കുതിർത്ത് വെച്ചിരുന്ന ബിരിയാണി റൈസ് ഉണ്ട്, ഇന്ത്യ ഗേറ്റിൻ്റെയാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് നല്ലോണം 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിക്കണം ഇതിനകത്തോട്ട്. അതായത് 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളമാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ബിരിയാണി റൈസിന് മുകളിലോട്ട് വെള്ളം പൊങ്ങി കിടക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ പാകവേ. അപ്പോൾ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ കാണുന്ന മഞ്ഞ കളർ ഉണ്ടല്ലോ, ഞാൻ മഞ്ഞപ്പൊടി ചേർത്തൊന്നുമല്ല കേട്ടോ, അത് ഈ ക്യാരറ്റിൻ്റെ കളറാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു 2 വിസിലടിപ്പിക്കണം കേട്ടോ. വിസിൽ കുക്കർ തന്നെ അടിച്ചോളും. അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കി നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് സവോള വറുത്ത് വെച്ചിരുന്നു, അതെല്ലാം കൂടെ ഒന്ന് ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കിവിടെ നട്ട്സും മുന്തിരിയും തീർന്നിരിക്കുമായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ അതും കൂടെ ഇട്ട് കാണിക്കായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണി റൈസ് അല്ല കേട്ടോ, ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെടുവാണെന്ന് ലൈക്ക് ചെയ്തേക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കണക്കട്ടെ. ബൈ.